നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, പുഷ്പാഞ്ജലി അഥവാ പുഷ്പാർച്ചന എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ഭക്തൻ തൻ്റെ ആഗ്രഹ സാഫല്യത്തിനും താനുമായി ബന്ധപ്പെട്ട എല്ലാ ദുരിതങ്ങളും അകറ്റാൻ വേണ്ടി, ക്ഷിപ്രമായി തനിക്ക് പ്രസാദം ലഭിക്കുവാൻ വേണ്ടി അതാത് ദേവതകൾക്ക് ചെയ്യുന്ന അർച്ചനയാകുന്നു പുഷ്പാഞ്ജലി അഥവാ പുഷ്പാർച്ചന. പുഷ്പാണാം അഞ്ജലി പുഷ്പാഞ്ജലി, പുഷ്പങ്ങളുടെ അഞ്ജലി ഒന്നായി ചേർന്ന് അർച്ചിക്കുന്നതിനെയാണ് പുഷ്പാഞ്ജലി അഥവാ പുഷ്പാർച്ചന എന്ന് പറയുന്നത്. ഇവിടെ പുഷ്പാഞ്ജലിയിൽ പ്രധാനമായും പൂവ്, ഇലകൾ, ഫലങ്ങൾ, ജലം ഇവ നാലും ചേർത്താണ് തദ്ദത് ദേവതകളെ പ്രീതിപ്പെടുത്തുന്നത്. ഇനി ഏതെല്ലാം ദേവതകൾക്ക് ഏതെല്ലാം രീതിയിലുള്ള പുഷ്പാഞ്ജലികളാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. പുഷ്പാഞ്ജലി ചെയ്യുന്നത് അഭീഷ്ട കാര്യസിദ്ധിക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമാകുന്നു. രക്തപുഷ്പാഞ്ജലി നാം ചെയ്യുന്നത് കാവുകളിൽ, ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ, സുബ്രഹ്മണ്യൻ മുതലായ ഉഗ്രമൂർത്തിയുള്ള ദേവതാ സങ്കേതങ്ങളിലാണ്. രക്തപുഷ്പാഞ്ജലിയിലൂടെ പ്രധാനമായും ശത്രു സംഹാരമാകുന്നു പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അവിടെയും കാര്യസിദ്ധി എന്ന പ്രധാനമായ ഉദ്ദേശം കൂടെയുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച 4 ദ്രവ്യങ്ങളും പൂജാരി അർച്ചിക്കുമ്പോൾ മൂലമന്ത്രത്തോടു കൂടിയാണ് ഇവിടെ ദേവതകളെ അർച്ചിക്കുന്നത്. രക്തപുഷ്പാഞ്ജലി ചെയ്യുമ്പോൾ ഉഗ്രമൂർത്തിക്ക് അതിൻ്റേതായ ശക്തി കൈവരുന്നു. ഭക്തനെ തൻ്റെ പ്രയാസങ്ങളിൽ നിന്നും ശത്രുതകളിൽ നിന്നും പരിരക്ഷിക്കുക എന്ന ദൗത്യം ആ ദേവത നിർവഹിക്കുന്നു. സ്വയംവര പുഷ്പാഞ്ജലി നാം ചെയ്യുന്നത് വിവാഹ വിഷയങ്ങൾ ക്ഷിപ്രമായി പെട്ടെന്ന് തന്നെ വിവാഹ വിഷയങ്ങൾ പരിസമാപ്തിയിൽ എത്തിച്ചേരാനാണ്. സന്താന പുഷ്പാഞ്ജലി അഥവാ സന്താന ഗോപാല പൂജ ചെയ്യുന്നത് ദമ്പതികൾക്ക് നല്ല സത്സന്താനത്തെ ലഭിക്കുവാനാണ്. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നാം ചെയ്യുന്നത് ഐശ്വര്യത്തിനും ഭാഗ്യത്തിനും സമ്പൽ സമൃദ്ധിക്കുമാണ്. ഐക്യമത്യ പുഷ്പാഞ്ജലി നാം ചെയ്യുന്നത് പിരിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ കലഹിച്ചിരിക്കുന്ന അഭിപ്രായ വ്യത്യാസമുള്ള ദമ്പതികൾ തമ്മിലുള്ള യൂണിറ്റി, ഒത്തുചേരൽ, കൂടിച്ചേരലിനു വേണ്ടിയാണ്. അതേ രീതിയിൽ തൻ്റെ കർമ്മമേഖലയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അനൈക്യങ്ങളെ ഒഴിവാക്കി യോജിപ്പിക്കുവാനും ഐക്യമത്യ പുഷ്പാഞ്ജലി നാം ചെയ്യുന്നു. പുരുഷ സൂക്ത പുഷ്പാഞ്ജലി നാം ചെയ്യുന്നത് ഇഷ്ടസന്താന ലബ്ധിക്കും സൗഖ്യത്തിനും മോക്ഷത്തിനുമാകുന്നു. ആയുർ സൂക്ത പുഷ്പാഞ്ജലി നാം ചെയ്യുന്നത് ദീർഘായുസ്സിനാണ്. മൃത്യുഞ്ജയ അർച്ചന അഥവാ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നാം ചെയ്യുന്നത് ഇതേ പ്രകാരം ദീർഘായുസ്സിനാണ്. പക്ഷേ അവിടെ തീവ്രതരെ ആഭിചാരേ, തൻ്റെ ശത്രു തനിക്കുമേൽ ചെയ്യുന്ന ആഭിചാര ദോഷങ്ങളെ അകറ്റുവാനും ശത്രുദോഷ നിവാരണത്തിനും മൃത്യുഞ്ജയ അർച്ചന വളരെ ശുഭകരമാകുന്നു. സുദർശന പുഷ്പാഞ്ജലി നാം ചെയ്യുന്നത് ശത്രുദോഷ നിവാരണത്തിന് തന്നെയാണ്. ശ്രീ രുദ്രസൂക്ത പുഷ്പാഞ്ജലി നാം ചെയ്യുന്നത് സകല ദോഷ നിവാരണത്തിനും ദീർഘായുസ്സിനും ആയുരാരോഗ്യ സൗഖ്യത്തിനുമാകുന്നു. സാരസ്വത പുഷ്പാഞ്ജലി അല്ലെങ്കിൽ സാരസ്വത സൂക്ത പുഷ്പാഞ്ജലി നാം ദേവാലയങ്ങളിൽ അനുഷ്ഠിക്കുന്നത് ബൗദ്ധികമായ തലത്തിൽ ബുദ്ധിയെ അഭിവൃദ്ധിപ്പെടുത്തുവാനും പരീക്ഷകളിൽ ഉന്നത ജയത്തിനും മൂകത നിവാരണത്തിനുമാകുന്നു. കൂവള പുഷ്പാഞ്ജലി കൂവള പുഷ്പങ്ങൾ കൊണ്ടുള്ള അർച്ചനയിലൂടെ കാര്യസിദ്ധിയും ദാമ്പത്യ ഐക്യവും പ്രദാനം ചെയ്യുവാനാണ്. ഉമാമഹേശ്വര പൂജ നാം ദേവാലയങ്ങളിൽ അനുഷ്ഠിക്കുന്നത് ദമ്പതികളുടെ കലഹ നിവാരണത്തിനും ഐക്യത്തിനും വിവാഹങ്ങൾ ഉടൻ നടക്കുവാനുമാകുന്നു. ധന്വന്തരി പുഷ്പാഞ്ജലി അഥവാ ധന്വന്തരി അർച്ചന നാം ചെയ്യുന്നത് ദീർഘായുസ്സിനും
രോഗത്തിൽ നിന്ന് മുക്തി നേടാനുമാണ്. ഇങ്ങനെ തദ്ദേവതകൾക്ക് തങ്ങളുടെ അഭീഷ്ടങ്ങൾക്ക് അനുസരിച്ച് ചെയ്യുന്ന പുഷ്പാഞ്ജലിയിൽ ക്ഷിപ്രമായി കാര്യസാധ്യ നേടുക എന്ന നല്ല ഒരു ലക്ഷ്യമുണ്ട്. നല്ല അർച്ചകനാണെങ്കിൽ ഈ ദേവതകളുടെ മൂലമന്ത്രങ്ങൾ ജപിച്ച് ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായും ഫലസിദ്ധി ലഭിക്കുന്നതാണ്. നമ്മുടെ പേരും നക്ഷത്രവും കൊടുക്കുക, പക്ഷേ നമ്മുടെ സാന്നിധ്യമുണ്ടെങ്കിൽ ഈ പൂജയ്ക്ക് വളരെയധികം ഫലസിദ്ധി കൈവരുന്നതാണ്. ആ അർച്ചിക്കുന്ന സമയത്ത് ആ വിഗ്രഹത്തിൽ നിന്നും ഉണ്ടാകുന്ന ആ ഓറ, പോസിറ്റീവ് വൈബ്രേഷൻ നമ്മളിലേക്ക് അനായാസമായി എത്തിച്ചേരുന്നു. ദേവനും ഭക്തനുമായി ഒരു ആത്മബന്ധം, ദൃഢമായ ബന്ധം ഇതിലൂടെ കൈവരുന്നു. അതുകൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുമ്പോൾ ഭക്തൻ തൻ്റെ സാന്നിധ്യം അവിടെ അറിയിക്കുക എന്ന ദൗത്യം കൂടി നിർവഹിക്കുക. പുഷ്പാഞ്ജലിയെ പറ്റിയുള്ള ഈ ലഘു വിവരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. നന്ദി, നമസ്കാരം.